ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദേ കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 8:30 ആയി കാണും കേട്ടോ. അപ്പോൾ നേരം കുറച്ച് നേരം ഒന്ന് എഴുതാനും പഠിക്കാനൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് എക്സാമിന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം കൺഫർമേഷൻ കൊടുത്തോട്ടെ. ഇന്നാണ് ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്നാണ് അറിഞ്ഞത്. അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങളോടും കൂടെ പറയാം, അറിയാത്തവരുണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് വരില്ല. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തത് വെറുതെ ആയിപ്പോവും. ഇപ്രാവശ്യം ക്ലർക്കിൻ്റെ എക്സാമിന് 3 എക്സാമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു എക്സാമിൻ്റെ ഇന്ന് കഴിയും ലാസ്റ്റ് ഡേറ്റ്, പിന്നെ ഒരെണ്ണത്തിൻ്റെ അടുത്ത മാസം വരെ ഉണ്ടെങ്കിലും നമ്മൾ മുമ്പേ കൊടുത്തിട്ടോ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ലാസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും, മെസ്സേജ് വരും കേട്ടോ ചിലവർക്ക്. എനിക്ക് മെസ്സേജ് വരാറില്ല, അതാണ് ഞാൻ അറിയാഞ്ഞത്. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കൺഫർമേഷൻ്റെ. നമുക്ക് ഇത്രയും നാൾ അങ്ങനത്തെ കൺഫർമേഷനും കൊടുക്കലൊന്നുമില്ല. PSC എക്സാം പോലെ തന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹോൾ ടിക്കറ്റൊക്കെ നമുക്കൊരു 15 ദിവസം മുമ്പ് എന്തായാലും വരും. പക്ഷേ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്നത് നിർബന്ധമാക്കിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തത് വെറുതെ പോവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ലോ ഒക്കെ പഠിക്കാൻ വിചാരിച്ചിട്ടായിട്ട് വരുന്നത്. രജിസ്ട്രേഷൻ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ ഞാൻ ഇന്നാൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ രജിസ്ട്രേഷൻ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞ് ഉച്ചക്കേലൊക്കെ കറിക്ക് എന്തുണ്ടാക്കുന്നൊക്കെ ആലോചിച്ച് അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പച്ചമുളക് പൊട്ടിക്കാൻ വന്നതാണ്. ഭയങ്കര വെയിലാട്ടോ. അപ്പം ഞാൻ തലയിലൊരു തുണിയൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പുറത്തെ സൈഡിൽ മരങ്ങളില്ലാത്ത കാരണം ഇപ്പുറത്തെ സൈഡ് ഭയങ്കര വെയിലാണ്. അപ്പം ഞങ്ങൾ ഇവിടെയാണ് ചെടികളും അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യുന്നത്. കാരണം കൃഷി ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം വെയിൽ വേണമല്ലോ. അപ്പം ഞാൻ പച്ചമുളക് അവിയലിന് അത്യാവശ്യം എരിവ്, നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കില്ലല്ലോ, നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് തന്നെ വേണമല്ലോ. അപ്പോൾ അതാണ് കുറച്ച് വെള്ളമുളകും അതുപോലെ തന്നെ നമ്മുടെ ശൂന്യമുളകൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു. അപ്പോഴേക്കും ഞാൻ കരിഞ്ഞു പോയിട്ടോ, അത്ര വെയിലായിരുന്നു അവിടെ. അങ്ങനെ പച്ചമുളക് പൊട്ടിച്ച് നേരെ അകത്തേക്ക് ചെന്നു. അപ്പം മോര് കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഷ്ണമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോരും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൂട്ടാം. വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ശരിക്ക്. ഇനി നമ്മൾ നാളികേരം അരച്ച് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല നൈസ് പോലെ അരയണം കേട്ടോ, അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് കലക്കി ഒഴിക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി റെഡിയായി. പിന്നെ അവിലിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം ചേരണം, അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, വേപ്പില, ജീരകം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയിലോട്ട് വേപ്പിലയും പച്ചമുളകും അതുപോലെ തന്നെ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതൽ പുറത്തിരുന്ന് പഠിക്കുന്നത്. ഉച്ച സമയത്തൊക്കെ നമുക്ക് അകത്തിരുന്ന് പഠിക്കുന്നതന്നെ നല്ലത്, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് പുറത്തിരിക്കാൻ പറ്റില്ല, പിന്നെ ഫ്രണ്ടിലിരിക്കാനേ പറ്റത്തുള്ളൂ. ഫ്രണ്ടിൽ നല്ല തണലാണ്. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കും. രാവിലെയൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പഠിക്കും. പിന്നെ ഉച്ച സമയത്ത് അവിടേക്കും ചെറിയ വെയിലൊക്കെ വരും. അപ്പോൾ അതാണ് അകത്തിരുന്നാൽ പഠിക്കില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ അതിൻ്റെ പിന്നാലെ കേട്ടോ കുറേ ദിവസമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ചിത്രം വര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അതിന് ശേഷം പിന്നെ പഠിക്കുകയുള്ളൂ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ, ഫ്ലവേഴ്സ് അതൊക്കെ ഉണ്ടാക്കലും അതുപോലെ തന്നെ ഒട്ടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുറച്ച് മടിയായി തുടങ്ങി. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഒരു ആപ്പിളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേതായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ആപ്പിളായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ നാളായി ഇങ്ങനത്തെ ഒരു തരിയുള്ള ആപ്പിൾ കിട്ടിയിട്ട്. അപ്പോൾ അതേതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരവും. എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ഇങ്ങനത്തെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് നടന്നൊക്കെ വന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹാളിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കോപ്പറേഷനൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. കോപ്പറേഷൻ്റെ കുറച്ച് നോട്ട്സൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട് അതിലേക്ക്. പിന്നെ ഇയേഴ്സും പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ വിചാരിച്ചത്ര വന്നില്ല. ലോയിൽ നിന്നൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ നിന്നൊക്കെ കുറച്ച് കുറവായിരുന്നു വന്നത്. അപ്പോൾ അതേതായാലും അതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പ്രാവശ്യം പിന്നെ 3 എക്സാമാണ് ഉള്ളത്. അപ്പോൾ 3 അപ്ലൈ ചെയ്തവർക്ക് ഒരെണ്ണം എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ലെവൽ നമ്മുടെ മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാമിൻ്റെ ഇത് വന്നത് കട്ട് ഓഫൊക്കെ 85 ആ റേഞ്ചൊക്കെ, 80 സംതിങ് റേഞ്ചൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ വൈകുന്നേരം അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് പോവാണ്. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. വൈകുന്നേരം പോകാനൊരു പ്രത്യേകതയാട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം പോകാനായിട്ട്.
അങ്ങനത്തേക്ക് ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളവിടെ നിന്ന് നടക്കാനായിട്ട്. അങ്ങനത്തെ ഞങ്ങൾ നടന്ന് പോകായിരുന്നു. ഞാൻ കുറച്ച് സ്പീഡിലിട്ടതാട്ടോ നടക്കുന്നത്. അത്യാവശ്യം മഴയൊക്കെ പെയ്ത് റോഡിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ അമ്പലത്തേക്കുള്ള വഴിയാണിത്. ഇത് ഇവിടുന്ന് പിന്നെ അധികം ദൂരമില്ല. ഞങ്ങൾ ഒരു 6:15 ആയപ്പോഴേക്കും അമ്പലത്തിലെത്തി. 6 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴി ചെമ്പരത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാൻ വിചാരിച്ച് നോക്കി നടന്നതാണ്. പക്ഷേ വഴിയിലൊന്നും കണ്ടില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ സൈഡ് എത്തിയപ്പോഴാണ് ഒരു വീട്ടിൽ കുറച്ച് ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേതായാലും പൊട്ടിക്കാൻ വിചാരിച്ചിട്ടോ. വീട്ടിൽ ചെമ്പരത്തി ഇപ്പോൾ ഉണ്ടാവൽ കുറച്ച് കുറവാണ്. ആദ്യമൊക്കെ പണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ചെമ്പരത്തിയും ചെത്തിയൊക്കെ കുറവാണ്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരെണ്ണം കിട്ടി. പിന്നെ കുറച്ചും കൂടെ നടന്നപ്പോഴാട്ടോ ഒരു വീട്ടിൽ കുറച്ചും കൂടി ഉണ്ടായി നിൽക്കുന്നുണ്ട് സൈഡിലായിട്ട്. അപ്പോൾ അതേയും കൂടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരെണ്ണം പൊട്ടിക്കാനായിട്ട് നോക്കിയപ്പോൾ അടിയിലൊക്കെ കുറേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ പൊട്ടിച്ചെടുത്തു കേട്ടോ. നമ്മുടെ അഞ്ചതളല്ല, കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തി കേട്ടോ. നല്ല കളറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ട് നടന്ന് ഒരു ദിവസം ഞങ്ങൾ നടന്നെത്തിയപ്പോഴേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് തന്നെ കുറച്ച് നേരത്തെ പോയിട്ടോ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ മുറ്റത്തൊക്കെ നടക്കാനായിട്ട് രസമായി. 7:30 ആകുമ്പോൾ അമ്പലത്തിലൊന്നും ആരും ഉണ്ടാവില്ല, നമ്മളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നും. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും നെയ്യിലൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ അതൊക്കെ ഒന്ന് വേവിച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.